ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും നമ്മുടെ ബന്ധനത്തിനും മോചനത്തിനും കാരണമായിരിക്കുന്നത് മറ്റൊരാളുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ സുഖത്തിൻ്റെ സ്രഷ്ടാവും ദുഃഖത്തിൻ്റെ സ്രഷ്ടാവും നാം തന്നെയാണ്. പക്ഷേ അത് നമുക്കറിയാത്തത് കൊണ്ട് എൻ്റെ ദുഃഖത്തിന് കാരണം മറ്റുള്ളവർ ആണ് എന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ എൻ്റെ സുഖത്തിന് കാരണം അവരാണെന്ന് പറയാറില്ല. അവിടെ അഹന്ത തലപൊക്കും. എൻ്റെ ശ്രമം കൊണ്ടാണ് ഞാൻ ഇത്രയും സുഖിയായി വന്നത് എന്ന് അഹങ്കാരം ഒന്നുകൂടി വർദ്ധിക്കാൻ ആ ചിന്ത കാരണമായിത്തീരുന്നു. അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോക വിഷയങ്ങളിലേക്ക് ഓടിയാൽ നമുക്കവിടെ ബന്ധനത്തിനും ദുഃഖത്തിനും മാത്രമേ കാരണമാകൂ. എന്നാൽ ബന്ധനം കൂടാതെ നിത്യമായ ആനന്ദാനുഭൂതി നേടണമെങ്കിൽ നാം ആത്മാവിലേക്ക് ഓടേണ്ടതുണ്ട്. അതാണ് ഒരു കവി പറയുന്നത്, വിഷയങ്ങളിലേക്കോട്ടം തന്നെയാം ബന്ധകാരണം, അതീശ്വരൻ്റെ നേർക്കാണെന്നാകിലോ മോക്ഷകാരണം. ഒരു ചെറിയ തിരിവ് നമുക്ക് കിട്ടിയാൽ മതി. വിഷയങ്ങളിലേക്കോട്ടം തന്നെയാം ബന്ധകാരണം. ഈ ലോകത്തിലെ വിഷയങ്ങളിലേക്കും ഓടി അവയിൽ രാഗദ്വേഷാദികൾ വളർത്തി നമുക്ക് ഇഷ്ടവും അനിഷ്ടവും വേണ്ടതും വേണ്ടാത്തതും തെറ്റും ശരിയും ഇതെല്ലാം സങ്കല്പിച്ച് ചിലതിനോടിഷ്ടം അതൊക്കെ എനിക്ക് സ്വന്തമാക്കണം, ചിലതിനോടനിഷ്ടം അതെവിടെയും കാണാനേ പാടില്ല ഇത്യാദി മനസ്സിൻ്റെ ഭാവങ്ങൾ നമ്മെ ബന്ധനത്തിനും ദുഃഖത്തിനും മാത്രമേ കാരണമായി തീരുകയുള്ളൂ. അതുകൊണ്ട് നാം സർവത്തിലും സമദൃഷ്ടിയാണ് വളർത്തേണ്ടത് എന്നാണ്. അതാണ് വിഷയങ്ങളിലേക്കോട്ടം തന്നെയാം ബന്ധകാരണം. എപ്പോഴും വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ ലഭ്യതയ്ക്കായി അനവരതം പ്രയത്നിക്കുകയും ചെയ്യുന്നതാണ് നമ്മെ ഇവിടെ ബന്ധിക്കാൻ കാരണമായിരിക്കുന്നത്. വിഷയങ്ങളിലേക്കോട്ടം തന്നെയാം ബന്ധകാരണം, അതീശ്വരൻ്റെ നേർക്കാണേൽ. വിഷയങ്ങളിലേക്കുള്ള ഓട്ടം ഈശ്വരൻ്റെ നേർക്കാണ് തിരിച്ചുവിടേണ്ടത്. അത് ഈശ്വരൻ്റെ നേർക്കാണ് നാകിലോ മോക്ഷകാരണം. മനസ്സിനോട്ടമാണ് സ്വഭാവം. അത് വിഷയങ്ങളിലേക്കായാൽ നമുക്ക് ബന്ധനവും, ആ ഓട്ടം ഈശ്വരനിലേക്കാണെങ്കിൽ മോക്ഷത്തിനും കാരണമാണ്. സർവ കെട്ടുപാടുകളിൽ നിന്നും സർവ അസ്വതന്ത്രതകളിൽ നിന്നും നമുക്ക് മോചനം നേടണമെങ്കിൽ നാം ഈശ്വരനിലേക്ക് തിരിയുക തന്നെ വേണം. അത് നമുക്ക് സ്വാതന്ത്ര്യത്തിനും മോക്ഷത്തിനും കാരണമാണ്. നമുക്ക് മോക്ഷവും നമുക്ക് ബന്ധനവും തരുന്നത് മറ്റൊരാളുമല്ല, അത് നാം തന്നെയാണ്. നമ്മുടെ വിവേകമില്ലായ്മ ബന്ധനത്തിനും, നമുക്ക് വേണ്ടതുപോലെ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് വിഷയങ്ങളിലേക്ക് സുഖത്തെ തേടി മനസ്സലയുന്നു. ആ ഓട്ടം ആത്മാവിലേക്കായാൽ നമുക്ക് പരമമായ സുഖവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് മറ്റൊന്നും വേണമെന്ന് തോന്നുകയേയില്ല. അതാണ് വിഷയങ്ങളിലേക്കോട്ടം തന്നെയാം ബന്ധകാരണം, അതീശ്വരൻ്റെ നേർക്കാണെന്നാകിലോ മോക്ഷകാരണം.